ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജി എം ബ്ലോഗിലേക്ക് സ്വാഗതം. നല്ല സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് 1/2 കിലോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി, 1/2 ലെമണിൻ്റെ ജ്യൂസ്, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചിൻ്റെ പൗഡർ, 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഈ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിക്കുക. കൈകൊണ്ട് തന്നെ തിരിഞ്ഞ് ചിക്കൻ പീസുകളിലേക്കെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം സാധാരണ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യാൻ നേരത്താണ് കേട്ടോ പൗഡർ ചേർക്കണേ. പൗഡർ എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം വെക്കുമ്പം അത് സോഗിയായി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പിനെസ് കിട്ടും. ഔട്ട് സൈഡിൽ അകം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും അപ്പോൾ 1/2 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഡാർക്ക് സോയ സോസ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ലെമണിൻ്റെ ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, ഇത്രയും ചേർത്താണ് മാരിനേറ്റ് ചെയ്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചിൻ്റെ പൗഡർ, 1 ടീസ്പൂൺ പ്ലെയിൻ ഫ്ലോർ, ഒരു കോഴിമുട്ട, ഇത്രയെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു ലെയറായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഓവർ ക്രിസ്പി ആക്കി എടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. ചിക്കൻ കുക്ക് ആവുകയും വേണം. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് പെപ്പറും ഒനിയനും ഒക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് നമുക്ക് പേസ്റ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റട്ടെ കേട്ടോ ആദ്യം. അപ്പോൾ കോക്കനട്ട് ഓയിലൊന്നും ഫ്രൈ ചെയ്യരുത് കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഓയിൽ ബാക്കി വരുന്ന ഓയിലാണ് നമുക്ക് ബാക്കിയിട്ട് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ മാറ്റി വെക്കണം നമുക്ക്. അപ്പോൾ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഈ പൗഡറുകൾ ചേർക്കുന്നത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പോൾ പൗഡറുകൾ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും സോഗിയായി പോകാതെ നല്ല ക്രിസ്പി ഔട്ട് സൈഡ് ആയിട്ടുള്ള ചിക്കൻ കിട്ടുന്നത് കേട്ടോ. ഈ 2 സൈഡിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. ഓവർ അങ്ങ് ഫ്രൈ ആയി ഭയങ്കരമായിട്ട് മുരിഞ്ഞ് പോകരുത്. അപ്പോൾ അതിനകത്ത് ചിക്കൻ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഒരുപാട് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക. ഇത് ഒരു സൈഡായി കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നവർ തോന്നും, പക്ഷെ ഫ്രൈ ആകുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു യെല്ലോ പെപ്പറിൻ്റെ ഹാഫും ഒരു ഗ്രീൻ കളറുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഒനിയൻ. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബും ചേർക്കണം അതിൻ്റെ കൂടെ. സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം അവസാനം എല്ലാം കുക്കായി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡായി. പിന്നെ വെച്ചിരിക്കുന്നവർ തോന്നിയെങ്കിലും അത് വിട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഫ്രൈ ആയി കഴിയുമ്പോൾ കോൺ സ്റ്റാർച്ച് ചേർത്തുകൊണ്ടാണ്. ചിക്കൻ ഫ്രൈ ആയിട്ട് മതി. ഇങ്ങനെ തന്നെ ചുമ്മാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും ഔട്ട് സൈഡ്, അത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും കേട്ടോ. കുറച്ച് കഴിച്ച് കഴിഞ്ഞു ഓൾറെഡി ഫ്രൈ ആയത്. അടുത്ത ബാക്കി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇതായി കഴിയുമ്പോൾ എന്നിട്ട് ആ ഓയിലിലാണ് ബാക്കിയിട്ട് കുക്കിംഗ് നടക്കണേ. അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞ് ഇത് പുറമെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നല്ല ജ്യൂസ് തന്നെയാണ് കേട്ടോ. നമ്മുടെ പൊടി ചേർത്തുകൊണ്ടാണത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം.
ഞാൻ വേറൊരു പാനിലാട്ടോ അത് റെഡിയാക്കി എടുക്കണേ. കാരണം ഈ പാനിലകത്ത് തന്നെ ആയാൽ ചിലപ്പോൾ എന്തെങ്കിലും അടിയിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോയാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഓയിലൊന്ന് കരടൊന്നുമില്ല, അതൊന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത പാനിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇത് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് അടുത്ത ബാച്ച് ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇത് രണ്ടും സൈഡൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡായപ്പോൾ. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ മാറ്റിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ. ഇത് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ച് തീർക്കും. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കരിഞ്ഞ ഭാഗം എന്തെങ്കിലും ഉണ്ട് അത് എണ്ണയിലേക്ക് വരാതെ അടിച്ചു മാറ്റാം. അപ്പം ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി, ഒരക്കുടം വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒനിയനും പെപ്പറും അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ കരടൊന്നുമില്ലാതെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് നല്ല 2 വറ്റൽമുളക് ചേർക്കാം. ചില്ലി ചിക്കൻ അല്ലേ, അപ്പോൾ വറ്റൽമുളകോടുകൂടി തുടങ്ങാം. നല്ല എരിവുള്ള 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കല്ലിൽ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്നിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. അതൊന്ന് കയ്യൊന്ന് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പെപ്പറും ഒനിയനും ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി സ്ലോ ആയിട്ട് വെക്കരുത്. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒനിയൻ ഒത്തിരി സോഗിയായി പോകരുത്, ഒരു ക്രഞ്ചിനെസ് വേണം കേട്ടോ. ഞാൻ ഒനിയൻ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിക്കുക 2 ഒനിയനും പെപ്പറും. ഒനിയൻ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവരുടെ കുട്ടികളുടെ ഒരു കംഫി ഫുഡാണ് കേട്ടോ. പ്ലെയിൻ ബസ്മതി റൈസിൻ്റെ കൂടെയാണ് അവർക്കിഷ്ടം, പിന്നെ വേറെ ഒന്നും വേണ്ട, ഇത് മതി. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നീയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒനിയൻ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പെപ്പറും ചേർത്തു. പെപ്പറും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രേവി ചേർക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ ചില്ലി ചിക്കനല്ല, എല്ലാ ചില്ലിയും ചേർത്ത് അതൊന്ന് വഴറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചിക്കൻ ക്യൂബ്സ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒരു എക്സ്ട്രാ ഫ്ലേവർ ആക്കിയിട്ട് കേട്ടോ. ഒരു ക്യൂബ് ചേർക്കാം. അതിനകത്തേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇതിനകത്തേക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ അത് വരുമ്പോഴത്തേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അതിനകത്തേക്ക്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ഒത്തിരി എരിയില്ലാത്ത ചില്ലി സോസായിരുന്നു അപ്പോൾ ഒരു മീഡിയം ഹീറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നല്ല എരിവുള്ള ചില്ലി സോസ് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഇതും ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഒനിയൻ്റെയും പെപ്പറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ ക്യൂബ്സ് ശരിക്കും ഉരുകിയിട്ടില്ലെങ്കിൽ ശരിക്കും ഒഴിക്കുള്ളൂ. അതിനകത്തേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഫ്ലേവർ മുഴുവൻ പോരട്ടെ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കോൺ സ്റ്റാർച്ച് മിക്സ്ഡ് സ്ലറി ഉണ്ടാക്കി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഒന്ന് കലക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി തിക്കായി പോകും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാട്ടെ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പോൾ ഇത് ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക്
ഡാർക്ക് സോയാ സോസും ചേർത്തായിരുന്നു കേട്ടോ. നമ്മൾ ആ സോസ് എല്ലാം കലക്കിയിട്ട് അതെടുക്കാൻ മറന്നുപോയി. 1 ടേബിൾ സ്പൂൺ അതും ചേർത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇളക്കി വെച്ചിട്ട് ഫ്ലേവർ നമുക്ക് ചില്ലി സോസ് വേണമെങ്കിലോ സോയാ സോസിൻ്റെ ടേസ്റ്റ് ഇച്ചിരി വേണമെങ്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി തൂകി പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും ആയപ്പോഴത്തേക്കും കഴിക്കാൻ ഒരാൾ റെഡിയായി. എനിക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഇത് അരിയാനുള്ള സമയം തന്നില്ല, അതുകൊണ്ട് സെർവ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ബസ്മതി റൈസും ചില്ലി ചിക്കൻ സൂപ്പർ കംഫി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് മറന്നുപോലെ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി സ്പ്രിംഗ് ഒനിയനും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ചില്ലി ചിക്കന്. സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് സെർവിങ് ഡിഷിലേക്ക് മാറ്റട്ടെ. അപ്പോൾ എല്ലാവരും പോയി തയ്യാറാക്കി നോക്കിയ സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ജേർണി വ്ലോഗ്സ്. ബൈ.